പ്രിയപ്പെട്ട സഹോദരിമാര് ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇനി നിങ്ങളോടാണ്. ഒരു കുടുംബത്തിന്റെ നാഴികക്കല്ലായി വീട്ടിൽ നിന്ന് ജോലിക്ക് പോയ ഭർത്താവ്, പഠിക്കാൻ പോയ മക്കള്, പിന്നെ വീട് നോക്കാനുള്ളത് ഭാര്യയാണ്. വീടിന്റെ ഉത്തരവാദിത്വത്തിൽ വലിയ ബാധ്യതയുള്ള ഉമ്മമാരാണ്. എന്നാ നബി തങ്ങൾ പറഞ്ഞു, സ്വർഗം വേണോ നിനക്ക് സ്വർഗം വേണോ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഒറ്റ ഹദീസ്, അത് മതിയാകുന്നതാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് 5 നേരം നിസ്കരിച്ചാൽ, ഒരു പെണ്ണിന്റെ വലിയ പണിയാണത്, 5 നേരം മുടങ്ങാതെ സമയബന്ധിതമായി നമസ്കരിച്ചാൽ, അതിന് അടുക്കളപ്പണി കഴിയാൻ, അലക്കൽ കഴിയാൻ, തിരുമ്പൽ കഴിയാൻ, ക്ലീനിങ് കഴിയാൻ കാത്തിരിക്കണ്ട. സമയമായാൽ കൃത്യമായി നമസ്കരിക്കുന്ന ഒരു പെണ്ണായാൽ, വസാമത്ത് ഷഹ്റഹ, 1 മാസക്കാലത്തെ നോമ്പ് ശരിക്കങ്ങ് നോറ്റാൽ, ഇപ്പൊ നമ്മുടെ അതിലുള്ളത് നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, വഹഫിളത്ത് ഫർജഹ, ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട ലൈംഗികാവയവം അത് വേണ്ടതുപോലെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തിയാൽ, 4ാമത്തെ കാര്യം ഭർത്താവിനെ അനുസരിച്ചാൽ. നിസ്കാരവും നോമ്പും കഴിഞ്ഞിട്ട് പറയുന്ന കാര്യമാണ് ലൈംഗികമായ സൂക്ഷ്മത. ഭർത്താവിനെ അനുസരിച്ചാൽ അയാൾ കറുത്തവനാകാം, വെളുത്തവനാകാം, ജോലി ഉണ്ടാകാം, ജോലി ഇല്ലാതെയാകാം, പ്രവാസിയാകാം, സ്വദേശിയാകാം, ജോലി ഏതെങ്കിലും അവസ്ഥയിൽ നഷ്ടപ്പെട്ടവനാകാം, കടമുള്ളവനാകാം, എന്തൊക്കെയായാലും നിന്റെ ഭർത്താവാണോ, ആ ഭർത്താവിനെ നീ അനുസരിച്ചാൽ, ഖീല ലഹാ, പെണ്ണിനോട് പറയും, ദുഖുലിൽ ജന്നത മിൻ അയ്യാബിൽ ജന്നതി ശിഅതി, പെണ്ണേ നീ സ്വർഗ്ഗത്തിന്റെ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും പ്രവേശിച്ചോ. നമ്മുടെ ഭാര്യയ്ക്ക് സ്വർഗം കിട്ടണോ? ഭർത്താവിനെ അനുസരിക്കണം. അല്ലാതെ അവർ എന്ത് മെനക്കെട്ടാലും അത് നഷ്ടമാണ്.